ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഇപ്പോൾ പുകവലിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ വന്നാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഈ അവരുടെ നോർമലായിട്ടുള്ള ശ്വാസകോശ കോശങ്ങളെ വ്യതിചാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസാണ് അവർ ഓരോ ദിവസവും അവരുടെ ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ വന്നാൽ അതിലൊരു അത്ഭുതപ്പെടാനുമില്ല. കാരണം അവർ തങ്ങളുടെ ഈ അൾട്രാ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിച്ച പല ഭക്ഷ്യവസ്തുക്കളിലൂടെയും ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലെയും കോശങ്ങളിലേക്ക് വ്യതിയാനം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പരിവർത്തനങ്ങൾ അവരുണ്ടാക്കുന്നത് കൊണ്ടാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി തീരെ ഇല്ലാത്തൊരാൾ, അധ്വാനം ഇല്ലാത്തൊരാൾ, അവരുടെ ആന്തരിക കാലാവസ്ഥ അവർ വ്യതിയാനം വരുത്തുകയാണ്. നന്നായിട്ട് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ വന്നാൽ അതിലൊരിക്കലും അത്ഭുതപ്പെടാനില്ല. ഇതൊന്നും ഇല്ലാതെ വരുന്നതിലെ നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ